ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ +2 അക്കൗണ്ടൻസി ഡിസൊല്യൂഷൻ ചാപ്റ്ററിലെ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യനാണിത്. ക്വസ്റ്റ്യൻ: അമൽ ആൻഡ് വിമൽ ആർ ഈക്വൽ പാർട്ട്നേഴ്സ്, ദാറ്റ് മീൻസ് 1:1 റേഷ്യോ. നമുക്കതിലൊരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ദെൻ ലയബിലിറ്റി സൈഡ് ക്രെഡിറ്റേഴ്സ്, ദെൻ ക്യാപിറ്റൽ ബാലൻസ്. അസറ്റ് സൈഡ് ബാങ്ക്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ. ദെൻ അതുപോലെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ കുറേ ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. ദ ഫേം വാസ് ഡിസോൾവ്ഡ് ഓൺ 31st March 2022 ആൻഡ് അസറ്റ് റിയലൈസ്ഡ് ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ. ദെൻ അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് വെർ പെയ്ഡ് ആൻഡ് എക്സ്പെൻസ് റിയലൈസേഷൻ എമൗണ്ട് ₹500. പ്രിപ്പയർ റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ ആൻഡ് ബാങ്ക് അക്കൗണ്ട്. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. നമ്മൾ ഫസ്റ്റിൽ റിയലൈസേഷൻ അക്കൗണ്ട് ആദ്യം ഓപ്പൺ ചെയ്യണം. റിയലൈസേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് നോക്കുക. അസറ്റ് സൈഡിൽ നിന്നും നമ്മൾ അസറ്റുകൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അസറ്റുകൾ എടുക്കുമ്പോൾ അതിൽ നമ്മൾ എന്തിനൊക്കെ ക്യാഷും ബാങ്കും മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള അസറ്റുകളെ ബുക്ക് വാല്യൂവിൽ സെലക്ട് ചെയ്യാം. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എത്രയാണോ നമ്മളുടെ പഴയ ബാലൻസ് ഷീറ്റിലെ പ്രൈസ്, അതാണ് ബുക്ക് വാല്യൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അസറ്റുകളെ ട്രാൻസ്ഫർ ചെയ്യണം, എക്സ്ക്ലൂഡിങ് ക്യാഷ് ആൻഡ് ബാങ്ക്. ധനം ബിക്കോസ് നമുക്ക് ബാങ്ക് മാറ്റി നിർത്തുക, ബാക്കി ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ എന്നിവയെ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് ആ ബുക്ക് വാല്യൂവിൽ ട്രാൻസ്ഫർ ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ക്രെഡിറ്റേഴ്സ്, ലയബിലിറ്റി സൈഡിൽ നിന്നും ക്രെഡിറ്റേഴ്സ്, അതായത് എക്സ്റ്റേണൽ ലയബിലിറ്റികളെ മാത്രം സെലക്ട് ചെയ്തിട്ട് അതിനെ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ റിയലൈസേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ദ ട്രാൻസ്ഫർ ഓൾ ദി അസറ്റ് എക്സെപ്റ്റ് ബാങ്ക്, debtors at book value, stock and furniture. Then second step, transfer all the external liabilities. External liability means ഈ ഫേം പുറത്ത് ആർക്കെല്ലാം പൈസ കൊടുക്കാനുണ്ടോ ആ ബാധ്യതകൾ, അതാണ് എക്സ്റ്റേണൽ ലയബിലിറ്റീസ്. പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ളതൊന്നും എക്സ്റ്റേണൽ ലയബിലിറ്റികളല്ല, അത് ഫേമിൻ്റെ ഇൻറ്റേർണൽ ലയബിലിറ്റീസ് ആണ്. അപ്പോൾ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് മാത്രം ട്രാൻസ്ഫർ ചെയ്യുക, അതും ബുക്ക് പ്രൈസിൽ. ക്രെഡിറ്റേഴ്സ് 10,000. നമുക്ക് ലയബിലിറ്റി സൈഡിൽ ഒരു ക്യാപിറ്റൽ ബാലൻസിലുണ്ട്, അത് കുട്ടികൾക്ക് അറിയാം. അതെപ്പോഴും പോകേണ്ടത് നമ്മളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് പോകേണ്ട ഐറ്റംസാണ് ഈ ക്യാപിറ്റൽ ബാലൻസ്. അപ്പോൾ നമ്മളുടെ ബാലൻസ് ഷീറ്റ് ഐറ്റംസ് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മളുടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കണം. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ അസറ്റ് റിയലൈസ് പറഞ്ഞാൽ നമുക്ക് അസറ്റുകൾ വിറ്റ് പൈസ കിട്ടിയിട്ടുണ്ട്. ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ, അത്ര എമൗണ്ട് ഫേമിലേക്ക് പൈസ വന്നിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്തു, ₹8,000 ക്രെഡിറ്റേഴ്സിന് ലയബിലിറ്റി നമ്മൾ പേ ഓഫ് ചെയ്തു. അതുപോലെ റിയലൈസേഷൻ എക്സ്പെൻസ് ആയിട്ട് ₹500 നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും. റിയലൈസേഷൻ അക്കൗണ്ട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അസറ്റുകൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു, ബുക്ക് പ്രൈസ്, ദെൻ ലയബിലിറ്റിയുടെ ബുക്ക് പ്രൈസ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അസറ്റുകൾ നമ്മൾ റിയലൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ക്വസ്റ്റനിലെ ബാങ്ക് ആയതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യണം, ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടിയ എമൗണ്ട് നമ്മൾ നോട്ട് ചെയ്യുക. ബൈ ബാങ്ക് അക്കൗണ്ട്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലയബിലിറ്റികൾ പേ ഓഫ് ചെയ്യണം. ഇതിൽ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ടു ബാങ്ക് എന്ന് കൊടുത്തിട്ട് പേ ഓഫ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ബാങ്കിൽ നിന്നാണ്. നമുക്ക് ഐറ്റംസ് ഇൻഡിവിജ്വൽ ലിസ്റ്റ് ചെയ്യാം. ക്രെഡിറ്റേഴ്സ് 8,000, റിയലൈസേഷൻ എക്സ്പെൻസ് 500. ദെൻ ഇൻ കേസ് ക്വസ്റ്റനിൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നു എന്നുള്ളത് എടുത്ത് പറയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പേ ഓഫ് ചെയ്യണം. ഏത് ബിസിനസ്സിൻ്റെ ഡിസൊല്യൂഷൻ ടൈമിൽ ഏത് ലയബിലിറ്റികൾ അവിടെ നിർത്തിക്കൊണ്ട് നമുക്കൊരു ബിസിനസ് അവസാനിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ലയബിലിറ്റികൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് കൊടുത്ത് തീർക്കണം. നമ്മുടെ റിയലൈസേഷനുള്ളത് കാണിച്ചോളുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, 34,500. ഡെബിറ്റ് സൈഡ് 33,500 വന്നിട്ടുള്ളൂ. നമുക്കറിയാം ക്രെഡിറ്റ് സൈഡ് കൂടിയാൽ പ്രോഫിറ്റും, അത് ഏത് അക്കൗണ്ട് എടുത്താലും ക്രെഡിറ്റ് സൈഡ് കൂടിയ പ്രോഫിറ്റും ഡെബിറ്റ് സൈഡ് കൂടിയ ലോസ് ആയിരിക്കും. അപ്പോൾ ഇത് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ ₹1,000 എന്ത് കിട്ടി, റിയലൈസേഷൻ പ്രോഫിറ്റ് കിട്ടി. ഇനി ഈ റിയലൈസേഷൻ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ അത് നമ്മുടെ പാർട്ട്നേഴ്സിനെ ഡിവൈഡ് ചെയ്യണം. ക്വസ്റ്റനിൽ ഈക്വൽ റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് പാർട്ട്നേഴ്സും ₹1,000 ഈക്വൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു ജേണൽ എൻട്രി വരുന്നുണ്ട്. ഇത് ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ. ഇറ്റ് ഇസ് റിയലൈസേഷൻ അക്കൗണ്ട് ടു അമൽസ് ക്യാപിറ്റൽ, വിമൽസ് ക്യാപിറ്റൽ ₹500. നെക്സ്റ്റ് നമ്മളുടെ അക്കൗണ്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അത് ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ഡെബിറ്റ് സൈഡിൽ നിങ്ങൾ എന്ത് നോട്ട് ചെയ്താലും പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കുറയ്ക്കുന്ന ഐറ്റംസ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ നോട്ട് ചെയ്യുന്നത്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലായിരിക്കണം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് നോട്ട് ചെയ്ത് നെക്സ്റ്റ് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ റിയലൈസേഷൻ പ്രോഫിറ്റാണ് ഈ എമൗണ്ട്. നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്തപ്പോൾ
അതിൽ പാർട്ട്നേഴ്സ് നമ്മൾ ആ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഒരു ജേണൽ എൻട്രി അവിടെ വന്നിട്ടുണ്ട്, റിയലൈസേഷൻ അക്കൗണ്ട് ടു അമൽസ് ക്യാപിറ്റൽ ടു ബിമൽസ് ക്യാപിറ്റൽ. അപ്പോൾ ഈ അമൽസ് ബിമലിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ റിയലൈസേഷൻ അക്കൗണ്ട് 500 rupees നമ്മൾ നോട്ട് ചെയ്യാം. ഇനി നമ്മൾക്കിത് ഡിസൊല്യൂഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബിസിനസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ അക്കൗണ്ടിൽ എത്രയോ വെച്ച് ബാലൻസിലുണ്ടോ, അതായത് അമലിൻ്റെ അക്കൗണ്ടിൽ 12,500 ഉണ്ട്, ബിമലിൻ്റെ അക്കൗണ്ടിൽ 8,500 ഉണ്ട്. ഇത് കൊടുത്ത് ഇവിടെ ബിസിനസ് അവസാനിപ്പിക്കുക നമ്മൾ. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി വന്നിട്ടുണ്ട്. ഇവിടെ അപ്പോൾ ഇവിടെ ബാലൻസ് കാർഡൊന്നും എഴുതാൻ പാടില്ല, എമൗണ്ട് നിന്ന് കൊടുത്തു തീർക്കുക. ക്വസ്റ്റ്യനിൽ ബാങ്ക് ബാലൻസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ബാങ്കിൽ നിന്ന് കൊടുക്കുക. സോ ജേണൽ എൻട്രി അമൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബാങ്ക്, ബിമൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബാങ്ക്, അതായത് നമ്മൾ എമൗണ്ട് അവർക്ക് കൊടുത്തു, ബാങ്ക് വഴിയായിട്ട് കൊടുത്തു. നെക്സ്റ്റ് ഇതിൽ ലാസ്റ്റ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടാണ്. നമ്മുടെ ക്യാഷിൻ്റെ പോലെ ഈ സൈഡ് റെസിപ്റ്റും ഈ സൈഡ് അതിൻ്റെ പേയ്മെൻറ്റുമാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിലുള്ള ബാങ്ക് ബാലൻസ് എത്രയുണ്ട്, കയ്യിൽ എത്ര എമൗണ്ട് നമുക്ക് ബാങ്കിൽ ബാലൻസ് ഉണ്ട്, ഒരു 5,000 രൂപ കയ്യിൽ ബാങ്ക് ബാലൻസ് ഉണ്ട്, അത് വെച്ച് തുടങ്ങുക. 5,000 rupees ബാങ്ക് ബാലൻസ് ഉണ്ട്. ഈ സൈഡിൽ ഡെബിറ്റ് സൈഡിൽ നമ്മളുടെ ബിസിനസ്സിലേക്ക് എന്തെല്ലാം എമൗണ്ട് കിട്ടിയിട്ടുണ്ട് അത് നോട്ട് ചെയ്യുക. ഇവിടെ വരാനുള്ള ആകെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് അസറ്റുകൾ വിറ്റ് കിട്ടിയ പൈസയാണ്. സോ റിയലൈസേഷൻ അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ടിൽ ടു റിയലൈസേഷൻ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ എമൗണ്ട് 24,500 നോട്ട് ചെയ്തു. ഈ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റാർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോഴാണ് നമ്മൾ അവിടെ റിയലൈസേഷൻ അക്കൗണ്ടിൽ എഴുതിയത്, റിയലൈസേഷൻ അക്കൗണ്ടിൽ ബൈ ബാങ്ക് നമ്മൾ നോട്ട് ചെയ്തത്. ദെൻ അപ്പോൾ ഇവിടെ കിട്ടിയ നമ്മൾ നോട്ട് ചെയ്യുക. ക്രെഡിറ്റ് സൈഡിൽ നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഇവിടെ പോയിട്ടുണ്ട് അത് നമ്മൾ ക്രെഡിറ്റേഴ്സിന് കൊടുത്തു. സോ ബൈ റിയലൈസേഷൻ അക്കൗണ്ട്. നെക്സ്റ്റ് ബൈ റിയലൈസേഷൻ അക്കൗണ്ട് റിയലൈസേഷൻ എക്സ്പെൻസസ് 500. ദെൻ ലാസ്റ്റ്ലി നമ്മൾ പാർട്ട്നേഴ്സിന് എയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റാർ ടു അവിടെ ബാങ്കിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എയ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ടിൽ ബൈ എയ്സ് ക്യാപിറ്റൽ ബൈ ബീസ് ക്യാപിറ്റൽ. അതായത് ഈ സൈഡിൽ നമ്മളുടെ ഫേം എന്തെല്ലാം എമൗണ്ടുകൾ ബാങ്കിലേക്ക് ബാങ്ക് വഴി ബാങ്കിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്, ബാങ്ക് ബാലൻസുകൾ കുറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഈ സൈഡിൽ നോട്ട് ചെയ്യുക. അപ്പോൾ വൺ ഓഫ് ദ ഐറ്റം ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ്, റിയലൈസേഷൻ